Hi, my dears, our next topic is intrinsic and extrinsic conduction through semiconductors. So, semiconductors, for example, silicon and germanium are substances with crystalline structures which are insulators at absolute zero but may be made conducting by a rise in temperature or by the presence of impurities. There are two types of semiconductors: intrinsic semiconductors and extrinsic semiconductors. So, semiconductors എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറുള്ള സബ്സ്റ്റൻസ് ആണ്. സീറോ ടെമ്പറേച്ചറിൽ ഇവർ ഇൻസുലേറ്റേഴ്സ് ആണ്. ബട്ട് ടെമ്പറേച്ചർ കൂടുതൽ കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുകയോ ചെയ്താൽ കണ്ടക്ഷൻ കാണിക്കുന്ന ക്രിസ്റ്റലൈൻ സ്ട്രക്ചറുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുക. ദേ ആർ ഓഫ് ടു ടൈപ്സ്: ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ we will discuss intrinsic semiconductors. So, crystalline substances which are insulators at 0 Kelvin but may be made conducting by a rise in temperature are called intrinsic semiconductors. So, as we have said earlier, 0 Kelvinil insulator ആയ crystalline substance ഒരു ടെമ്പറേച്ചർ കൂടുതൽ കൊടുത്താൽ കണ്ടക്ഷൻ കാണിക്കുന്നവരെയാണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന് കേസ് കാണിക്കുക. ലെറ്റ് us see how the semiconductors conduct. So, intrinsic semiconductor means insulators at 0 Kelvin, but as temperature get rise they become conducting. So examples are silicon, germanium. ഈ സിലിക്കൺ ജെർമാനിയം എന്ന് പറയുന്നത് നോർമലി സെമി കണ്ടക്ടിങ് പ്രോപ്പർട്ടീസ് ഉള്ള മെറ്റീരിയലാണ്. ഇനി ഇവർക്കും ആസ് വി ആർ എക്സ്പ്ലെയിനിങ് ദ കണ്ടക്ടിവിറ്റി ത്രൂ ബാൻഡ് തിയറി ദാറ്റ് വി ഹാവ് സ്റ്റഡീഡ് ഇൻ ദ ലാസ്റ്റ് വീഡിയോ. സോ ബാൻഡ് തിയറിയിൽ പറയുന്ന പോലെ ഇവർക്ക് വാലൻസ് ബാൻഡും ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡും ഉണ്ട്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫിൽഡ് അറ്റ് 0 Kelvin ആണ്. ഇവർ നെക്സ്റ്റായി കിടക്കുന്ന കണ്ടക്ഷൻ ബാൻഡിനോട് ഓവർലാപ്പ് ചെയ്യുന്നില്ല ബിക്കോസ് എൻ ബാൻഡ് ഗ്യാപ്പ് ഈസ് ദെയർ. ബട്ട് ദ ബാൻഡ് ഗ്യാപ്പ് ഈസ് സ്മോൾ ആൻഡ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഈസ് സഫിഷ്യൻറ്റ് ടു കോസ് എ തെർമൽ എക്സൈറ്റേഷൻ. സോ വാട്ട് ഹാപ്പൻസ്? ഇലക്ട്രോൺസ് ഫ്രം ദ ഫിൽഡ് വാലൻസ് ബാൻഡ് ഗെറ്റ് എക്സൈറ്റഡ് ടു എംപ്റ്റി കണ്ടക്ഷൻ ബാൻഡ്. And the conduction band has no free electron and the valence band has no holes. On application of external electric field, conduction arises in two ways. One is by the movement of electron from the occupied to the unoccupied level of conduction band, and the other is by the movement of electron from occupied level of valence band into the holes. And in thermal excitation, considered as a movement of holes in one direction, because electron moving to fill one hole creates another hole. This is known as intrinsic condition, and with increase in temperature the number of electrons promoted across a band gap into the conduction band increases, and hence intrinsic conduction also increases. ടെമ്പറേച്ചർ കൂടുതൽ കൊടുക്കുമ്പോൾ കണ്ടക്ഷൻ കാണിക്കുന്ന ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയാം. സിലിക്കൺ ജെർമാനിയം ആണ് നമ്മൾ പറഞ്ഞു. ഇവരുടെ കേസിൽ എന്താണെന്ന് വെച്ചാൽ വാലൻസ് ബാൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. കണ്ടക്ഷൻ ബാൻഡ് അവിടെ ഉണ്ട്. ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലൊരു ബാൻഡ് ഗ്യാപ്പ് ഉണ്ട്. ബട്ട് അതൊരു ചെറുതാണ്. ബാൻഡ് ഗ്യാപ്പ് ഈസ് സ്മോൾ. സോ നമ്മളൊരു ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഇലക്ട്രോൺസ് ഗെറ്റ് എക്സൈറ്റഡ് ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ്. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡിൽ ഇപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, വാലൻസ് ബാൻഡിൽ ഇപ്പോൾ ഹോൾസും ഉണ്ട്. നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ രണ്ട് രീതിയിൽ കണ്ടക്ഷൻ നടക്കാം. ഫസ്റ്റ് വേ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്ത് അങ്ങനെ കണ്ടക്ഷൻ നടക്കാം. സെക്കൻഡ് കേസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വാലൻസ് ബാൻഡിൽ എന്തൊക്കെ ഉണ്ട്? ഇലക്ട്രോൺസും ഉണ്ട്, കുറച്ച് ഹോൾസും ഉണ്ട്. അതായത് എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കുമ്പോൾ വാലൻസ് ബാൻഡിൽ നിന്ന് കുറച്ച് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോയല്ലോ. സോ ഹോൾസ് വാലൻസ് ബാൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ സെക്കൻഡ് രീതിയിൽ രണ്ടാമത്തെ രീതിയിൽ എങ്ങനെ കണ്ടക്ഷൻ നടക്കാമെന്ന് വെച്ചാൽ ഈ വാലൻസ് ബാൻഡിൽ തന്നെ ഈ ഇലക്ട്രോൺസ് ഈ ഹോൾസിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി മൂവ് ചെയ്യും. So ഇങ്ങനെ ഇലക്ട്രോൺ മൂവിങ് ടു ഫിൽ വൺ ഹോൾ ക്രിയേറ്റ് അനദർ ഹോൾ ഇൻ ദ ഫോമൽ ലൊക്കേഷൻ. ഇങ്ങനെയുള്ള കണ്ടക്ഷനെയാണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കൂടിയാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രൊമോട്ടഡ് അക്രോസ് എ ബാൻഡ് ഗ്യാപ്പ് ആൻഡ് ദ കണ്ടക്ഷൻ ഇൻക്രീസസ്. ലുക്ക് അറ്റ് ദ ഫിഗർ ഓഫ് വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. ഇൻ ദ വാലൻസ് ബാൻഡ് at 0 Kelvin there is a band gap, and above 0 Kelvin some of the electron get excited to conduction band and thereby they create some holes. Two types of conduction takes place here. This is a case of intrinsic semiconductor.
Next case is extrinsic semiconductors. In the case of extrinsic semiconductor, N-type and P-type arise. And the conductivity of intrinsic semiconductors, അതായത് ഇൻട്രിൻസിക് സെമികണ്ടക്ടറിൻ്റെ കേസ് തന്നെയാണ്. ഇൻട്രിൻസിക് സെമികണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി ഒരു സ്മോൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്താൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുക. ഇങ്ങനെയുള്ള കണ്ടക്ഷനാണ് നമ്മൾ എക്സ്ട്രിൻസിക് കണ്ടക്ഷൻ എന്ന് പറയുക. ആൻഡ് ദ സെമികണ്ടക്ടേഴ്സ് ആർ നോൺ ആസ് എക്സ്ട്രിൻസിക് സെമികണ്ടക്ടേഴ്സ്. ഇൻട്രിൻസിക് സെമികണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി നമുക്കൊരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്താൽ നമുക്ക് കൂട്ടാൻ പറ്റും. ഈ പ്രോസസ്സിനാണ് ഡോപ്പിംഗ് എന്ന് പറയുക. ഇങ്ങനെയുള്ള ഈ കണ്ടീഷനാണ് എക്സ്ട്രിൻസിക് കണ്ടക്ഷൻ എന്ന് പറയുക. ദ മെറ്റീരിയൽസ് ആർ നോൺ ആസ് എക്സ്ട്രിൻസിക് സെമികണ്ടക്ടേഴ്സ്. അപ്പോൾ ഡോപ്പിംഗ് വഴിയാണ് ഇവിടെ നമ്മൾ കണ്ടക്ടിവിറ്റി കൂട്ടുന്നത്. സോ ലെറ്റ് us ഡിസ്കസ് N-type semiconductors and P-type semiconductors. Addition of electron rich impurities give N-type semiconductors. നമ്മൾ പറഞ്ഞു എക്സ്ട്രിൻസിക് സെമികണ്ടക്ടേഴ്സ് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് N-typeും ഒന്ന് P-typeും. അപ്പോൾ നമ്മൾ എന്താണ് ഒരു ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് കണ്ടക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുകയാണ്. സോ ഈ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്നത് ഒരു ഇലക്ട്രോൺ റിച്ച് ഇമ്പ്യൂരിറ്റി ആണെങ്കിൽ N-type സെമികണ്ടക്ടർ, ഇത് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഇമ്പ്യൂരിറ്റി ആണെങ്കിൽ P-type സെമികണ്ടക്ടർ. സോ അഡീഷൻ ഓഫ് ഇലക്ട്രോൺ റിച്ച് ഇമ്പ്യൂരിറ്റീസ്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിച്ച് ആണെന്ന് കരുതുക. If it has more valence electron than the host material, the resulting semiconductor is called N-type semiconductor and such an impurity added is called donor impurity. നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി ഇലക്ട്രോൺ റിച്ച് എന്നപ്പോൾ നമ്മൾ എപ്പോഴാണ് പറയുക, നമ്മുടെ ഹോസ്റ്റ് മെറ്റീരിയലിനേക്കാളും കൂടുതൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ദാറ്റ് സെമികണ്ടക്ടർ ഈസ് N-type semiconductor and that impurity that we added is donor impurity. ഇനി ഫോർ എക്സാമ്പിൾ നമ്മൾ ഹോസ്റ്റ് എടുക്കുന്നത് സിലിക്കൺ ആണ്. സിലിക്കൺ ഗ്രൂപ്പ് 14 വിത്ത് 4 വാലൻസ് ഇലക്ട്രോൺ, ഇതാണ് ഹോസ്റ്റ്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി ഫോസ്ഫറസ് ആണെന്ന് കരുതുക. ഫോസ്ഫറസ് ഗ്രൂപ്പ് 15 ആണ്, 5 വാലൻസ് ഇലക്ട്രോൺ. സോ വാലൻസ് ഇലക്ട്രോൺ ഓഫ് ദ ഇമ്പ്യൂരിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ഹോസ്റ്റ്. ഇതാണല്ലോ നമ്മുടെ ഇലക്ട്രോൺ റിച്ച് ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. സോ സിലിക്കൺ 4 ബോണ്ടിങ് ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു ഇമ്പ്യൂരിറ്റി ആയിട്ട് ഫോസ്ഫറസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഫോസ്ഫറസ് എന്ത് ചെയ്യും, സിലിക്കണിൻ്റെ ലാറ്റിസിൽ പോയി ഇരിക്കും. സിലിക്കൺ 4 വാലൻസ് ഇലക്ട്രോൺ വെച്ചിട്ടാണ് കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുക. അപ്പോൾ സിലിക്കണിൻ്റെ ആ ലാറ്റിസ് സൈറ്റിൽ ഫോസ്ഫറസ് ഉണ്ട്. ഫോസ്ഫറസ് ഓൾസോ ഫോം ദ ബോണ്ട്. പക്ഷേ എന്ത് ചെയ്യും, 4 ബോണ്ടും ഫോമായി. ബട്ട് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് 5 വാലൻസ് ഇലക്ട്രോൺ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ അവിടെ ഡീലോക്കലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ഡീലോക്കലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു ഡോപ്പൻ്റ് എനർജി, ഒരു ഡോപ്പൻ്റ് ആഡ് ചെയ്തുകൊണ്ടാണല്ലോ ഇങ്ങനെ വന്നത്. അപ്പോൾ അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു പുതിയ എനർജി ലെവൽ അവിടെ ഫോം ചെയ്യും. അതിന് നമ്മൾ ഡോപ്പൻ്റ് എനർജി ലെവൽ വിച്ച് ഇസ് കോൾഡ് ഡോണർ ലെവൽ ഓർ ഡോണർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ എക്സ്ട്രാ ഇലക്ട്രോൺ ഈ പുതിയ എനർജി ലെവലിൽ വന്ന് നിൽക്കും. ഇനി ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുകയാണ്, അല്ലെങ്കിൽ ഒരു ലൈറ്റ് വെച്ച് ഇറേഡിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇലക്ട്രോൺസ് from the newly introduced dopant energy level get excited to conduction band and thereby creating partially filled levels, and the delocalized electron thus enter the crystal with enhanced conduction. This is known as N-type conduction, N-type semiconductor, and the impurity provides an excess of electron and the majority charge carriers are electrons. So നമ്മൾ ഇലക്ട്രോൺ റിച്ച് ഇമ്പ്യൂരിറ്റി ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഫോസ്ഫറസ് ആണ് നമ്മൾ സിലിക്കണിൻ്റെ ലാറ്റിസിൽ വന്ന് നിൽക്കുന്നത്. ഫോസ്ഫറസിന് 5 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്, സിലിക്കണിൻ്റെ 4 ആണ്. അപ്പോൾ 4 നമ്മൾ ബോണ്ട് ചെയ്തു. ഫോസ്ഫറസിന് 4 വാലൻസ് ഇലക്ട്രോൺ, 1 ഡീലോക്കലൈസ് ചെയ്തിങ്ങനെ നിൽക്കുന്നുണ്ട്. സോ ന്യൂലി ഫോംഡ് ഡോപ്പൻ എനർജി ലെവലിനെയാണ് നമ്മൾ ഡോണർ ലെവൽ എന്ന് പറയുന്നത്. സോ ഈ എക്സ്ട്രാ ഇലക്ട്രോൺ ന്യൂ എനർജി ലെവലിൽ വന്ന് നിൽക്കും. ഒരു ടെമ്പറേച്ചറോ ഒരു ലൈറ്റ് വെച്ച് റേഡിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ഡോപ്പൻ എനർജി ലെവലിൽ നിന്ന് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോകും. ദെർവേ കണ്ടക്ടിവിറ്റി ടേക്സ് പ്ലേസ്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടക്ഷനാണ് നമ്മൾ N-type കണ്ടക്ഷൻ. എന്ന മെറ്റീരിയൽ ഈസ് നോൺ ആസ് N-type സെമികണ്ടക്ടർ. ഇവിടെ ഹോളൊന്നും ക്രിയേറ്റ് ആവുന്നില്ല. ഇമ്പ്യൂരിറ്റി കാരണം നമുക്കൊരു എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. ദ നെക്സ്റ്റ് വൺ ഈസ് അഡീഷൻ ഓഫ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഇമ്പ്യൂരിറ്റീസ് വിച്ച് ഗീവ്സ് P-type സെമികണ്ടക്ടർ. നമ്മൾ ആഡ് ചെയ്ത ഇമ്പ്യൂരിറ്റി ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ ഹോസ്റ്റിനെക്കാളും ഇമ്പ്യൂരിറ്റീൻ്റെ വാലൻസ് ഇലക്ട്രോൺ കുറവായിരിക്കും. അപ്പോൾ ഇത് കാരണം റിസൾട്ട് ചെയ്യുന്ന സെമി കണ്ടക്ഷനെയാണ് നമ്മൾ P-type സെമികണ്ടക്ടർ എന്ന് പറയുക. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി. ആ ഇമ്പ്യൂരിറ്റിയാണ് നമ്മൾ എക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്.
ഇവിടെ നമ്മൾ ഹോസ്റ്റ് എടുക്കുന്നത് സിലിക്കണിനെയാണ്. സിലിക്കൺ ഗ്രൂപ്പ് 4 വാലൻസ് ഇലക്ട്രോണാണ് ഉള്ളത്. ബോറോൺ, അലുമിനിയം ഓർ ഗാലിയം ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് ആണ് ഈ പി ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ വരിക. ഇവിടെ 3 വാലൻസ് ഇലക്ട്രോണാണ് ഉള്ളത്. അപ്പോൾ ബോണ്ട് ഫോം ചെയ്യാൻ ഈ ഗസ്റ്റ് സിലിക്കണിൻ്റെ ലാറ്റിസിലൊന്ന് നിൽക്കും. ബോണ്ട് ഫോം ചെയ്യാൻ സഫിഷ്യൻറ്റ് വാലൻസ് ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഷോർട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഹോള് അല്ലെങ്കിൽ ഇലക്ട്രോൺ വേക്കൻസിയാണ് ഫോം ചെയ്യുന്നത്. സോ ഇത് കാരണം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ ഡോപ്പൻ എനർജി ലെവലിനെയാണ് നമ്മൾ എക്സെപ്റ്റർ ലെവൽ എന്ന് പറയാം. സോ ഈ ഹോള് എക്സെപ്റ്റർ ലെവലിലാണ് കാണുക. ഇനി നമ്മളൊരു ടെമ്പറേച്ചർ ഒരു ലൈറ്റ് വെച്ച് ഇറേഡിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോണ് ഈ ഡോപ്പൻ എനർജി ലെവലിലോട്ട് വരും. എന്നിട്ട് ഈ ഹോളിനെ ഫില്ല് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, വാലൻസ് ബാൻഡിൽ പുതിയ ഹോള് ഫോം ചെയ്യാണ്. സോ നമുക്ക് എന്ത് പറയാം, ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്. നമ്മളൊരു ഇലക്ട്രിക് കറൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസ് എവിടെ നിന്ന് മൂവ് ചെയ്യും, പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റിന് ഹോള് വഴി മൂവ് ചെയ്യും. നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാണ്, പോസിറ്റീവ് ഹോൾസ് നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റിലോട്ട് മൂവ് ചെയ്യുന്ന പോലെയാണ് കാണാം. ഇൻ ഷോർട്ട് വി ക്യാൻ സേ ഒരു എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കുന്നത് കൊണ്ട് പോസിറ്റീവ് ചാർജ്ഡ് ഹോളിൻ്റെ മൂവ്മെൻ്റ് ആണ് കാണുന്നത്, വിച്ച് ഗീവ്സ് ഹയർ conduction, and this is known as p-type conduction, and the p denote positive charge carriers. Thus in a p-type semiconductor, impurity provides an excess of hole and majority charge carriers are holes. Let us see the distinction between n-type and p-type semiconductor. N-type semiconductor is an extrinsic semiconductor obtained by doping silicon or germanium with pentavalent impurity, where p-type is by trivalent impurity. In n-type, the newly introduced dopant level called donor level lying just below the conduction band of the host and contain extra electron. In p-type, newly introduced dopant level called acceptor levels lying just above the valence band of the host contain holes. In n-type, no hole is created and the impurity provides an excess of electron. In p-type, impurity provides excess of hole. In n-type, the majority charge carriers are electron and hence the name n-type. And in a p-type, the majority charge carriers are holes and the name p-type arise. Hope you will understand what is n-type and p-type and also intrinsic and extrinsic semiconductors. Let us see application of n-type and p-type semiconductor. And semiconductor materials form the foundation of modern electronics, including radio, computers, telephones, etc. Various combination of N and P types are used for making electronic components. For example, diode, just made up of single PN junction, used as a rectifier. Then transistors, a semiconductor device formed by 2 PN junction. Both types, NPN and PNP types of transistors, are used today to detect or amplify radio or audio signals. All transistor types can be used as a building blocks of logic gates. Then the solar cell, used for the conversion of light energy into electrical energy, is an efficient photodiode. And semiconductor devices are used in making high-speed computer chips, calculators, telephones, and a variety of other things like medical equipments and robotics. Hope you understand the topic well. Thank you.